ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. മടിയന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഗൗരഭാഗവതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരോരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീവാസവാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീ ഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗ വിരദാഭ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയം വൈഷ്ണവ സർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ തേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ ഭംഗോ മമ മന്ദമതേർഗതിമത്സർവസ്വപാദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദ ദേവോ പൃഷ്ഠാരഭ്യ സേവ്യമാനോ സ്മര. ശ്രീമദ്രാസരസാരംഭീ വംശീപടത്തടസ്ഥിത കർഷൻ വേണുസ്വനേർ ഗോപിർഗോപിനാഥ ശ്രീസ്തന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मूकं करोति वाचालं भङ्गं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं निरतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്നലെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് നമ്മൾ പഠിച്ചു. ഇനി മുന്നോട്ട് നമുക്ക് വായിക്കാം. ഒരു ദിവസം ശചി മാത ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, മോനെ ഞാൻ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, എന്താണ് അമ്മ കണ്ടതെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അതിൽ ശചി മാതയുടെ വീട്ടില്, അതായത് ഭഗവാന്റെ വീട്ടില്
കൃഷ്ണ ബലരാമന്റെ വിഗ്രഹമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും വിഗ്രഹമാണ് പൂജിക്കാറുള്ളത്. അവിടെ നിവേദ്യമൊക്കെ വെക്കാറുണ്ട്. അന്നേരം അമ്മ നിവേദ്യം വെച്ചപ്പോ മോനും നിത്യാനന്ദനെയും, അതായത് ഗൗരാംഗനെയും നിത്യാനന്ദനെയും അമ്മ അവിടെ കാണുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും വളരെ കുഞ്ഞായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. അതായത് ഞാൻ ശചിമാത ഭഗവാന് നിവേദ്യം കൊടുത്തപ്പോ അതേ സമയത്ത് തന്നെ ഗൗരാംഗ മഹാപ്രഭു നിത്യാൻ പ്രഭുവും കൊച്ചു കുട്ടികളായിട്ട് അടുത്തുണ്ടായിരുന്നു. എന്നിട്ട് നിത്യാൻ പ്രഭു അമ്മയടുത്ത് പറയുക, ഈ നിവേദ്യം അവർക്ക് വേണ്ടിയുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളതാണ്. കാരണം കലിയുഗത്തിൽ അവരല്ല ദൈവം, നമ്മളാണ് ദൈവം. എന്നിട്ട് കൃഷ്ണനല്ല നിവേദ്യം കൊടുക്കേണ്ടത്, ഗൗരാംഗ മഹാപ്രഭുവിനാണ് നിവേദ്യം കൊടുക്കേണ്ടത് എന്ന് നിത്യാൻ പ്രഭു, കൊച്ചു നിത്യാനന്ദ പ്രഭു പറഞ്ഞു. അന്നേരം അമ്മ മോനോട് ചോദിക്കുക, മോനെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ എന്ത് പറയാനാ? അന്നേരം ഭഗവാൻ പറഞ്ഞു, അത് എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അമ്മേ. എനിക്ക് തോന്നുന്നു നിത്യാനന്ദന് നല്ല വിശപ്പുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് അവനെ ഇങ്ങോട്ട് നിവേദിക്കാൻ, ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചുകൂടാ നിത്യാനന്ദനെ എന്ന് പറഞ്ഞു. അന്നേരം ശചിമാത പറഞ്ഞു, എങ്കിൽ അവനെ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ശചിമാത വലിയൊരു സദ്യ തന്നെ തയ്യാറാക്കാൻ ആരംഭിച്ചു. ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഉച്ചഭക്ഷണത്തിനായിട്ട്. ആ ക്ഷണിച്ച സമയത്ത് നിത്യാൻ പ്രഭു കുറച്ച് കുട്ടികളുമായിട്ട് ഗംഗാതീരത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ എപ്പോഴും, നിത്യാൻ പ്രഭു എപ്പോഴും ഗംഗയിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കും. അത് നിത്യാൻ പ്രഭുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലീലയാണ്. അന്നേരം ഗൗരാംഗ മഹാപ്രഭു പറഞ്ഞു, നിതായ് നിതായ് തിരിച്ചു വരൂ, ശചിമാത നിന്നെ വിളിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ നിത്യാൻ പ്രഭു കരയിലെത്തി. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, സ്ഥിരം നിന്റെ പരിപാടി ഒന്നും നടക്കത്തില്ല, ദയവ് ചെയ്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിത്യ പറഞ്ഞു, ഞാനോ? ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കാനാ? അന്നേരം നീയാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും എപ്പോഴും പല പല ഇങ്ങനെ രസങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ വീട്ടില് ശചിമാത നിവേദ്യം എല്ലാം തയ്യാറാക്കി. എന്നിട്ട് ആദ്യം കൃഷ്ണ ബലരാമന് കൊടുത്തു. എന്നിട്ട് ഗൗരാംഗ മഹാപ്രഭു നിത്യാൻ പ്രഭു അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ഭഗവാന് വിളമ്പിക്കൊടുത്തത് ചോറ്, പിന്നെ കുറച്ച് എന്താ പറയുന്ന ഒരു സബ്ജി പോലുള്ള ഒരു സംഭവം, പിന്നെ ഒരു ദാലും. ഇങ്ങനെയാണ് ഭഗവാന് നിത്യാൻ പ്രഭുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഇതാണ്. ചൈതന്യ മഹാപ്രഭുവിന് ഇഷ്ടം ഇലവർഗ്ഗങ്ങളൊക്കെയാണ്. പക്ഷെ നിത്യാൻ പ്രഭുവിന് ഏറ്റവും ഇഷ്ടം ചോറും ദാലും, പിന്നെ അതിനോടൊപ്പം സബ്ജിയാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭു എങ്ങനെയാ കഴിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ചോറെടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കും. എന്നിട്ട് അത് ഭഗവാനായിട്ട് സമർപ്പിക്കും തുളസിയോട് കൂടി. എന്നിട്ട് പല പല സബ്ജികളും ദാലുകളും ഒക്കെ പല പല പാത്രങ്ങളില്, വാഴയില കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പല പല പാത്രങ്ങളില്, വാഴയില വെച്ച് തന്നെ ഒരു കിണ്ണം പോലെ ഉണ്ടാക്കി അതിലായിരിക്കും പല പല സബ്ജികൾ വെക്കുന്നത്. അന്നേരം ശചിമാത വീണ്ടും വീണ്ടും ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരുന്നു. കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഗൗരാംഗ മഹാപ്രഭു നിത്യാൻ പ്രഭു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിച്ചണിൽ നിന്ന് പോയി അടുക്കളയിൽ പോയി ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, വിളമ്പും, വീണ്ടും അടുക്കളയിൽ പോകും, വീണ്ടും വിളമ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ വിളമ്പിയിട്ട് വന്ന് ഒരു നിമിഷം നോക്കിയപ്പോ അവിടെ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാൻ പ്രഭുവിനെയും അല്ല കാണുന്നത്, കൃഷ്ണനും ബലരാമനും ഇരുന്ന് കഴിക്കുന്നതായിട്ട് കണ്ടു. അത് ഏതാ ബാലരൂപത്തിൽ കൊച്ചു കുട്ടികളായിട്ട് രണ്ടുപേരെയും കണ്ടു. അന്നേരം ശചിമാത ആകെ അത്ഭുതപ്പെട്ടു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്നിട്ട് ശചിമാത അങ്ങ് ബോധം കിട്ടു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, എന്ത് പറ്റി അമ്മ, എന്ത് പറ്റിയെന്ന് പറഞ്ഞു. വീണ്ടും കണ്ണു തുറന്ന് നോക്കിയപ്പോ വീണ്ടും ചൈതന്യ മഹാപ്രഭു നിത്യാൻ പ്രഭുവാണ്. എന്നിട്ട് മുഴുവൻ ദിവസവും ശചിമാത ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഭക്തിഭാവത്തിൽ, ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും കണ്ട ആ ഒരു ഭാവത്തിൽ.
അന്നത്തെ ദിവസം ആരോടും ശചിമാത സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ലീല നടന്നു. കൊള്ളായിരുന്നു അല്ലേ ലീല? ഇനി അടുത്തൊരു ലീലയിലേക്ക് നമുക്ക് കിടക്കാം. ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത ഒരു പാർഷദനായിരുന്നു മുരാരി ഗുപ്ത എന്ന് പറയുന്നത്. മുരാരി ഗുപ്ത ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ വലിയ ഭക്തനാണ്. ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും. അന്നേരം മുരാരി ഗുപ്തയുടെ വീട്ടില് സീതാദേവിയുടെ വിഗ്രഹമുണ്ട്, ശ്രീരാമസ്വാമി, ലക്ഷ്മണസ്വാമി, ഹനുമാൻ സ്വാമി. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു മുരാരി ഗുപ്തയുടെ പറഞ്ഞു, നീ കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. രാമൻ പോലും കൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നീ രാമനെയല്ല പൂജിക്കേണ്ടത്, കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. മുരാരി ഗുപ്ത അന്നത്തെ ദിവസം രാത്രി മുഴുവൻ ഇരുന്ന് ശ്രമിച്ചു രാമനെ മറക്കാനായിട്ട്. വീണ്ടും വീണ്ടും കൃഷ്ണനെ ഓർക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ മനസ്സിൽ രാമന്റെ രൂപം മാത്രമേ വരുന്നുള്ളൂ. അത്രയ്ക്ക് ആസക്തിയായിരുന്നു മുരാരി ഗുപ്തയ്ക്ക് രാമനോട്. മുരാരി ഗുപ്ത വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിച്ചു. പക്ഷെ കൃഷ്ണനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനേ പറ്റിയില്ല. അത്രയ്ക്ക് രാമനോട് ഇഷ്ടമായിരുന്നു മുരാരി ഗുപ്തയ്ക്ക്. പിറ്റേ ദിവസം ചൈതന്യ മഹാപ്രഭു മുരാരി ഗുപ്തയെ കാണാൻ പോയി. അന്നേരം മുരാരി ഗുപ്ത വളരെയധികം ക്ഷീണിതനായിട്ട്, കാരണം രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, വളരെയധികം വിഷമത്തിലുമാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, എന്തു പറ്റി, നീ എന്താ ആകെ വിഷമത്തിലായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചു. അന്നേരം മുരാരി ഗുപ്ത പറഞ്ഞു, അങ്ങ് എന്നോട് പറഞ്ഞത് കൃഷ്ണനെ മാത്രം ആരാധിക്കണമെന്നാണ്. ഞാൻ മുഴുവൻ രാത്രി രാമനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് രാമനെ ഒട്ടും മറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങ് സാക്ഷാൽ ഭഗവാനാണ്. അങ്ങ് തന്നെയാണ് രാമൻ, അങ്ങ് തന്നെയാണ് കൃഷ്ണൻ. എന്നിട്ട് അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ പാലിച്ചില്ലെങ്കിൽ അത് ശരിയാവുമോ? അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു പറഞ്ഞു. അതുകൊണ്ട് ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തോന്നുവാണ് എനിക്കെന്ന് പറഞ്ഞത്. കാരണം ഞാൻ വലിയൊരു അപരാധമാണല്ലോ ചെയ്തിരുന്നത്. ചൈതന്യ മഹാപ്രഭു ഉടനെ മുരാരി ഗുപ്തയെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീയാണ് യഥാർത്ഥ രാമന്റെ ഭക്തൻ എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അടുത്ത ലീലയിൽ ഭഗവാൻ മുരാരി ഗുപ്തയ്ക്ക് പറഞ്ഞു കൊടുക്കും, മുരാരി ഗുപ്ത, നീ യഥാർത്ഥത്തിൽ ഹനുമാനാണ്. ശ്രീരാമസ്വാമിയുടെ ലീല നീ ഹനുമാനാണ്. അതുകൊണ്ടാണ് നിനക്ക് രാമനെ മറക്കാൻ ബുദ്ധിമുട്ടുന്നത്. അന്നേരം ഇവിടെ ഗുരു മഹാരാജ് പറയുന്നത്, ചൈതന്യ മഹാപ്രഭു പൊതുവെ ഭക്തർക്ക് ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തിനോട് ആകർഷണം തോന്നുകയാണെങ്കിൽ അത് ഓക്കെ എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും വേണ്ടി നിർദ്ദേശം നൽകുന്നത് ശ്രീകൃഷ്ണ ആരാധനയിലും. കാരണം നമുക്ക് ഭഗവാന്റെ ഏത് രൂപത്തിനോട് വേണമെങ്കിലും ആകർഷണം തോന്നാം, ഏത് രൂപത്തിനോട് ഇഷ്ടം തോന്നാം. പക്ഷെ ശ്രീകൃഷ്ണ സ്വാമിയുടെ രൂപത്തെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ കഴിയുന്നത്. ഭഗവാന്റെ ലോകത്ത് നമുക്ക് പോകണമെങ്കിൽ, ഗോലോക വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ എന്തായാലും ശ്രീകൃഷ്ണ ഭഗവാനോട് ഇഷ്ടം കാണും. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാനോട് നല്ല ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെന്റ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗോലോകത്ത് പോകാൻ പറ്റൂ. അതുകൊണ്ട് കൃഷ്ണ പ്രേമം, ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മുരാരി ഗുപ്ത എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഹനുമാൻ സ്വാമിയാണ്. അതുകൊണ്ടാണ് എന്തു പറയുന്നേ, ഈ ഹനുമാൻ സ്വാമിക്ക് എല്ലാം രാമൻ തന്നെയാണല്ലോ അല്ലേ. അതുകൊണ്ട് ഭഗവാന്റെ ഏത് രൂപത്തെ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. കാരണം വിഷ്ണു തത്വങ്ങളിൽ പെടുന്ന ഏത് രൂപത്തെയും നമുക്ക് ആരാധിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഭഗവാനെ ആരാധിക്കുന്നതിന് പകരം ദേവന്മാരെയാണ് നമുക്ക് ആരാധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷെ അതിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെ ആരാധിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം, അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആരെയാണോ ആരാധിക്കുന്നത്
എന്തിനു വേണ്ടിയാണോ ആരാധിക്കുന്നത് അതിനനുസരിച്ച് എല്ലാവരുടെയും റിസൾട്ട് വേറെയാണ്. ദേവന്മാര് പോലും സദാസമയം ഭഗവത് ആരാധനയിലാണ് ഇരിക്കുന്നത്. മഹാദേവൻ പോലും ആരാധിക്കുന്ന ഭഗവാനെയാണ്, അല്ലെ? അന്നേരം ഈ ഭഗവാൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാം വിഷ്ണു തത്വങ്ങളാണ്. അതിൽ ആദ്യ വിഷ്ണു എന്ന് പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ്. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ മുതലുള്ള ഭഗവാന്റെ എല്ലാ രൂപങ്ങളും അതെല്ലാം ഭഗവാന്റെ അവതാര പട്ടികയിൽ വരും എന്നുള്ളതാണ്. അന്നേരം ഇതിലെ ഏത് രൂപത്തിനോട് നമുക്ക് ആകർഷണം തോന്നാം, അതിലെ ഏത് രൂപത്തെ നമ്മൾ ആരാധിച്ചാലും അത് നമുക്ക് മോക്ഷപ്രാപ്തി നൽകും. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ലോകത്ത് ജനിക്കേണ്ടി വരത്തില്ല. ഇതൊരു താൽക്കാലിക ലോകമാണല്ലോ. നമുക്ക് നിത്യവും ഭഗവാന്റെ ആ രൂപത്തിന്റെ ആ രൂപത്തിൽ ഭഗവാൻ ഏത് ലോകത്താണോ ഇരിക്കുന്നത് അവിടെ പോയി ഭഗവാന്റെ സേവനം നമുക്ക് ചെയ്യാൻ കഴിയും. നിത്യവും ഭഗവാനുമായിട്ട് വസിക്കാൻ കഴിയും. അതാണ് പരമോന്നതമായിട്ടുള്ള മോക്ഷപ്രാപ്തി. പക്ഷെ നമ്മുടെ ലക്ഷ്യം ശ്രീകൃഷ്ണ ഭഗവാൻ ആണെങ്കിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റ് എല്ലാ ഭഗവാന്റെ രൂപങ്ങളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ആകർഷണം വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണ രൂപത്തിനോടാണ്. ഭഗവാൻ തന്നെ ദ്വാരകയിലും ഉണ്ട്, ഭഗവാൻ തന്നെ മധുരയിലും ഉണ്ട്. പക്ഷെ യശോദ അമ്മയുടെ മകനായിട്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ കാണിച്ച ലീലകൾ അത് നിത്യവും ഗോലോക വൃന്ദാവനത്തിൽ നടക്കുന്നൊരു സ്ഥലമാണ്. അന്നേരം ഗോലോക വൃന്ദാവനത്തിൽ പല സെക്ഷൻസ് ഉണ്ട്. ഗോകുൽ എന്ന് പറയുന്ന സ്ഥലം, ആ ഗോകുൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഭഗവാന്റെ വൃന്ദാവന ലീലകൾ നടക്കുന്ന സ്ഥലം. മൊത്തത്തിൽ ഇതിനെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ഗോകുൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ. യശോദ അമ്മയുടെ മകനായിട്ട് ഭഗവാൻ വൃന്ദാവന ലീലകൾ, പശുക്കളെ മേയിച്ച് നടക്കുന്നതും ഗോപികമാരുമായിട്ട് കളിച്ച് രസിച്ച് നടക്കുന്നതും കൂട്ടുകാരുമായിട്ട് കളിച്ച് നടക്കുന്നതും അതെല്ലാം നടക്കുന്ന ലീലകൾ ഗോകുലത്തിലാണ്. പിന്നെ ദ്വാരകയുണ്ട്, മധുരയുണ്ട്, ജഗന്നാഥ് പുരിയുണ്ട്, ശ്വേതദ്വീപുണ്ട്. അവിടെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ നടക്കുന്നത്. ഇതെല്ലാം പല പല സ്ഥലങ്ങളാണ് ഗോലോക വൃന്ദാവനത്തിൽ തന്നെ. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഭഗവാൻ കൃഷ്ണനോട് ആസക്തി ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ കഴിയും. ഇത് കൂടാതെ പല പല ഭഗവാന്റെ വിഷ്ണു ലോകങ്ങളുണ്ട്, നാരായണ ലോകമുണ്ട്. ഭഗവാന്റെ പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ, സംഘർഷണ, ഭഗവാന്റെ വ്യത്യസ്ത വിഷ്ണു രൂപങ്ങൾക്ക് അനുസരിച്ച് പല പല ലോകങ്ങളുണ്ട്. നരസിംഹസ്വാമിയുടെ രൂപം. അന്നേരം ഇതൊക്കെ ഭഗവാന്റെ നിത്യമുള്ള ലോകങ്ങളാണ്. അന്നേരം നമുക്ക് ഭഗവാന്റെ ഏത് രൂപത്തിനോടാണോ ഇഷ്ടമുള്ളത് ആ ലോകത്തേക്ക് നമുക്ക് പോകാൻ കഴിയും. പക്ഷെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഗോലോക വൃന്ദാവനമാണ്. അതിലേറ്റവും പ്രധാനം ഗോകുലമാണ്. അവിടെ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കുക, ഭഗവാന്റെ നിത്യലീലകളിൽ ഒരു ഭാഗമായി മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ആണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അന്നേരം ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. കാരണം ദോഷത്തിൽ നിന്നും കലിയുഗത്തിൽ പല പല ദോഷങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നു, പല പല പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ ജപിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിനായിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമല്ലോ. ഇപ്പൊ കൊറോണ സമയത്ത് കൊറോണ വൈറസിനെതിരെയുള്ള ഒരു മരുന്ന് വരുമല്ലോ, ആ ഡോസേജ് നമ്മൾ എടുക്കണം. അതേപോലെ നമ്മുടെ രോഗം മാറാനായിട്ട് നമുക്കുള്ള മരുന്നാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. മറ്റേത് മന്ത്രം ജപിച്ചാലും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അത്രയും റിസൾട്ട് കിട്ടണമെന്നില്ല. ഭഗവാന്റെ എല്ലാ നാമങ്ങൾക്കും ഭഗവാന്റെ ശക്തികളെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് കലിയുഗത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ് നമ്മൾ കൂടുതലും ജപിക്കേണ്ടത്. ആ ജപത്തിലൂടെ മാത്രമേ നമുക്ക് നന്മ വരാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി നമുക്ക് അടുത്ത ലീലയിലേക്ക് കടക്കാം. അദ്വൈതാചാര്യനെ കുറിച്ച് നമുക്കറിയാലോ. അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവും സദാശിവനും കൂടെ ചേർന്നതാണ്. പഞ്ചതത്വയിൽ നമ്മൾ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ എന്ന് നമ്മൾ ജപിക്കാറുണ്ടല്ലോ. അന്നേരം ആ അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു സദാശിവനും കൂടെ ചേർന്നതാണ്. ഭഗവാൻ തന്നെയാണ് അല്ലേ? പക്ഷെ അതേ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ഈ
അതായത് വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ്, എല്ലാ വിഷ്ണു തത്വങ്ങളുടെയും സ്രോതസ്സാണ്. പക്ഷെ നമ്മൾ ഈ സത്സംഗത്തിൽ ആദ്യമായിട്ട് വന്ന ഭക്തർക്ക് ചിലപ്പോൾ ഇത് പുതിയൊരു അറിവായിരിക്കും. അവർ വിചാരിക്കും അതെന്താ ഇങ്ങനെ പറയുന്നത്, സാധാരണ നമ്മൾ കേൾക്കുന്നത് വിഷ്ണുവിന്റെ അവതാരമായിട്ടല്ലേ. പക്ഷെ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമല്ല, അവതാരിയാണ്, എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ്. ഇത് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതുകൂടാതെ വിശ്വരൂപം കാണിച്ചത് ഭഗവാൻ മാത്രമാണ്. കുട്ടിക്കാലത്ത് തന്നെ വായുടെ ഉള്ളിൽ സർവ്വ പ്രപഞ്ചങ്ങളെയും കാണിക്കുകയാണ് യശോദാമ്മയെ. അന്നേരം കുട്ടിക്കാലം മുതലേ ഓരോരോ അസുരന്മാരെയൊക്കെ വധിക്കുകയാണ്. അത് വളരെ അപൂർവമായിട്ടുള്ള ലീലകളാണ്. പിന്നെ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു അർജുനന്. അത് ഇന്നും വലിയ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു അറിവാണ്. അന്നേരം ഇന്നും നമ്മൾ സനാതന ധർമ്മത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗ്രന്ഥം ഭഗവത്ഗീത തന്നെയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായിട്ടാണ് പറയുന്നത്. അതായത് ഏറ്റവും പരമോന്നതനായ ഭഗവാൻ. ബാക്കി എല്ലാ ഭഗവത് രൂപങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് വരികയാണ്. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കണ്ഡേയ ഋഷിയും നരനാരായണ ഋഷി എടുത്ത് ചോദിക്കുകയാണ്, ആ പരമസത്യം എന്താണെന്ന് അടിയനെ കാണിച്ചു തരണമെന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ വെള്ളത്തിലാവുകയും ആലിലിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കാണുന്നത്. അതേ ദൃശ്യം തന്നെ കപിലമുനി അമ്മ ദേവഹൂതി ദേവിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വലിയൊരു തെളിവാണ്. പിന്നെ അതുകൂടാതെ നാരദ മഹർഷി, വ്യാസ മഹർഷി, ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഇത് ഭഗവത്ഗീതയിൽ അർജുനും പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പേ നാരദ മഹർഷിയിൽ നിന്ന് കേട്ടിരിക്കുന്നു, പല പല ഋഷിമാരിൽ നിന്നും കേട്ടിരിക്കുന്നു. ഇപ്പോ അങ്ങ് നേരിട്ട് തന്നെ അത് അംഗീകരിക്കുന്നു, അങ്ങ് തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ. അപ്പൊ ഇവിടെ അദ്വൈതാചാര്യന്റെ അഭ്യർത്ഥനയാലാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീമതി രാധാറാണിയും ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ലോകത്തിൽ അവതരിക്കുന്നത്. ഇനി അദ്വൈതാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിന് 6 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 3 കുട്ടികൾ ഭക്തരായിരുന്നു. 3 കുട്ടികളാണെങ്കിൽ ഭക്തിയിലധികം താല്പര്യമില്ല, പക്ഷെ ബ്രാഹ്മണരായി ജീവിക്കാൻ, അതില് ബ്രാഹ്മണ്യ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ മക്കളായിട്ട് പോലും അവരെല്ലാവരും ഭക്തിയിൽ വന്നില്ല. ഒന്ന് ആലോചിച്ചോക്കണേ. അത് ഭഗവാന്റെ വലിയൊരു കാരുണ്യത്താൽ മാത്രമേ അത് സംഭവിക്കാറുള്ളൂ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു വന്നു, അദ്വൈതാചാര്യരുടെ നിർദ്ദേശപ്രകാരം, അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വന്നു. പക്ഷെ ഇത് ഭഗവാനാണെന്ന് ഇതുവരെ അദ്വൈതാചാര്യർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു രാംദാസ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, രാംദാസ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് ശ്രീവാസ് ഠാക്കൂറിന്റെ സഹോദരനാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് അദ്വൈതാചാര്യരുടെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് പറയൂ, ആർക്ക് വേണ്ടിയാണോ അങ്ങ് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചത്, ഉറക്കെ നാമം ജപിച്ചത്, സാലഗ്രാമ ശില പൂജിച്ചും തുളസി ദളങ്ങൾ സമർപ്പിച്ച് ഗംഗാതീരത്ത് ഇരുന്ന് ധ്യാനിച്ചത്, അദ്ദേഹം ഇപ്പോൾ നവദ്വീപിൽ വന്നിരിക്കുകയാണ് എന്ന് പറയാൻ പറഞ്ഞു. ആ സമയത്ത് അദ്വൈതാചാര്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ സാലഗ്രാമ ശില പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാംദാസ് പണ്ഡിറ്റ് അവിടെ എത്തി നമസ്കരിച്ചിട്ട് എന്നിട്ട് പറയുന്നതിന് മുമ്പേ തന്നെ അദ്വൈതാചാര്യർ തുള്ളിച്ചാടാൻ തുടങ്ങി. ഹരിബോൽ ഹരിബോൽ, ആള് വന്നുവല്ലേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഞാൻ ക്ഷണിച്ചത് പ്രകാരം അദ്ദേഹം വന്നു. അങ്ങനെ തുള്ളിച്ചാടുകയായിരുന്നു അദ്വൈതാചാര്യൻ.
പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ സന്തോഷമെല്ലാം നിയന്ത്രിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, ഒരുപാട് പേർക്കറിയാം ഞാൻ ഉപവാസം ഇരുന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചു വരാനായിട്ടെന്ന്. പക്ഷെ വന്നത് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണോ അല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അതിനെന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേന്ന്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ എന്തായാലും പോകത്തില്ല, ഞാൻ ഒളിച്ചിരിക്കും. അദ്ദേഹം സാക്ഷാൽ ഈശ്വരനാണെങ്കിൽ എന്നെ അന്വേഷിച്ച് വരും, എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തൃപ്പാദം എന്റെ ശിരസിൽ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അദ്വൈതാചാര്യയുടെ ഭാര്യയായിട്ട് വന്ന സീതാദേവി, അന്നേരം സീതാദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ തന്നെ വിസ്തരണമാണ്. അന്നേരം അവർ രണ്ടുപേരും പറഞ്ഞു, ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയാം, പക്ഷെ അവർ ആഗ്രഹിക്കുന്നു ഭഗവാനെ പൂജിക്കാനായിട്ട്. അന്നേരം ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഭഗവാനാണെന്നുള്ള കാര്യം എല്ലായിടത്തും അറിയിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഭക്തനായിട്ട് തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അതുകൊണ്ട് ഭഗവാൻ അല്ലാതെ ആകുന്നില്ലല്ലോ. അന്നേരം അദ്വൈതാചാര്യർക്കും ദേവിക്കും വലിയ ആഗ്രഹം ഭഗവാനെ ഇങ്ങനെ ആരാധിക്കണമെന്ന്. അന്നേരം ഭഗവാൻ അതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു നിബന്ധന വെച്ചത്. അതായത് നമ്മൾ രണ്ടുപേരും ഒളിച്ചിരിക്കും, കാരണം നമ്മളായിട്ട് വരത്തില്ല. അദ്ദേഹം സ്വയം നമ്മളെ കണ്ടെത്തണം. അതുകൂടാതെ അദ്ദേഹത്തിന്റെ പൂജ ചെയ്യാൻ നമ്മളെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. രാംദാസ് അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് എത്തി. പക്ഷെ പറഞ്ഞില്ല അദ്വൈതാചാര്യൻ വരുന്നില്ലെന്ന്. അത് പറയുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ പറഞ്ഞു, അദ്വൈതാചാര്യരുടെ പേര് ഉരുവിട്ടുകൊണ്ട് ഭഗവാൻ അന്വേഷിച്ചു പോവുകയാണ്. അതായത് ഈ രാംദാസ് പണ്ഡിത് ഒന്നും പറയുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ അന്വേഷിച്ചു പോവുകയാണ് അദ്വൈതാചാര്യനെ. അങ്ങനെ അദ്വൈതാചാര്യനെ കണ്ടെത്തി. അദ്വൈതാചാര്യൻ നമസ്കരിച്ചു. ഉടൻ തന്നെ ഭഗവാന്റെ തൃപ്പാദം എടുത്ത് അദ്വൈതാചാര്യരുടെ ശിരസിൽ വെച്ചു. ഉടൻ തന്നെ അദ്വൈതാചാര്യൻ അത്യപൂർവമായിട്ടുള്ള ഒരു ദൃശ്യം കാണുകയാണ്. എന്തായിരുന്നു? ഭഗവാനും ബ്രഹ്മജ്യോതിയും മാത്രമുണ്ട്. ഭഗവാൻ ആ കംപ്ലീറ്റ് പ്രപഞ്ചത്തെയും കാണിച്ചു കൊടുക്കുകയാണ്, വൈകുണ്ഠ ലോകങ്ങളും എല്ലാം. കാരണം ഇത് മഹാവിഷ്ണുവാണ്. അന്നേരം മഹാവിഷ്ണുവിന് അപ്പുറത്തുള്ള ലോകം മഹാവിഷ്ണുവിന് പോലും അറിയത്തില്ല. അതാണ് ഒരു സത്യം. അന്നേരം മഹാവിഷ്ണുവിനും സദാശിവനും ചൈതന്യ മഹാപ്രഭു ആ ബ്രഹ്മജ്യോതിക്ക് അപ്പുറത്തായിട്ടുള്ള ലോകങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്വൈതാചാര്യൻ പറയുക, ഇദ്ദേഹത്തെ തന്നെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, എന്റെ സ്വാമി വന്നിരിക്കുന്നു. ഉടൻ തന്നെ അദ്വൈതാചാര്യൻ സീതാദേവി വിളിച്ചു. സീതാദേവി ആരതി ഒഴിയാൻ തുടങ്ങി എന്നുള്ളത്. ഏകദേശം 21 മണിക്കൂർ ആ ആരതി തുടർന്നുകൊണ്ടേയിരുന്നു. ആ ആരതി തന്നെയാണ് നമ്മൾ സന്ധ്യാരതിയായിട്ട് നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൊക്കെ ചെയ്യാറുള്ളത്. ഗൗരാരതി എന്ന് പറയത്തില്ല, കിബ ജയോ ഗൗരാ ചാന്ദേ, ആ ഒരു ആരതിയാണ്. ചൈതന്യ മഹാപ്രഭു അന്നേരം സാക്ഷാൽ അദ്വൈതാചാര്യന്റെ മുമ്പിൽ ചൈതന്യ മഹാപ്രഭു ദർശനം നൽകുകയാണ്. ഭഗവാനാണെന്ന് പൂർണ്ണ സാക്ഷാത്കാരം അദ്വൈതാചാര്യന് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാദ്യമായിട്ടാണ് ഭഗവാനാണെന്ന് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു തീരുമാനിച്ചു, ഞാൻ ഇനി ഭഗവാനാണെന്നുള്ള കാര്യം എന്റെ അടുത്തുള്ള പാർഷദരോട് എല്ലാവരോടും പറയുകയാണല്ലോ, അതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭഗവാൻ ഇരിക്കുകയാണ്. അദ്വൈതാചാര്യർ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ പൂർത്തീകരിക്കാമെന്ന്.
അദ്വൈതാചാര്യർ പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല, എനിക്ക് ഒരു വരവും വേണ്ട, അങ്ങ് ഈ ലോകത്തിൽ വന്നത് തന്നെ അങ്ങയുടെ വലിയൊരു കാരുണ്യം എന്ന് പറയാം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, സാക്ഷാൽ സദാശിവൻ, സാക്ഷാൽ മഹാവിഷ്ണു, ഇവർ രണ്ടുപേരും ഒന്നിച്ചതാണ് അദ്വൈതാചാര്യൻ. അദ്വൈതാചാര്യരോട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുകയാണ്, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ചൈതന്യ മഹാപ്രഭു അല്ലെ? അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സ്ഥാനം നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോ അദ്വൈതാചാര്യ പറഞ്ഞു, എനിക്ക് ഒരു വരവും വേണ്ട, അങ്ങ് ഈ ഭൂമിയിൽ വന്നത് തന്നെ എന്നോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞു. അപ്പോ വീണ്ടും ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അല്ലല്ല, ഒരു വരമെങ്കിലും എന്നോട് ചോദിക്കണം, നിനക്ക് മോക്ഷം വേണോ? അതായത് ഈ ഒരു ജന്മത്തിൽ അദ്വൈതാചാര്യൻ ഒരു ഭക്തനായിട്ടിരിക്കുകയാണ്. അന്നേരം ഈ ഒരു ചോദ്യം വലിയൊരു പാഠവും കൂടെയാണ് നമുക്ക്. കാരണം നമ്മൾ ഭക്തിയിൽ എപ്പോഴും നമുക്ക് പ്രതീക്ഷകൾ കാണും, പല പല പ്രതീക്ഷകൾ. എന്താണ് എനിക്ക് അസുഖങ്ങളൊന്നും വരരുത്, സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, അങ്ങനെ നമുക്ക് എപ്പോഴും പല പല പ്രതീക്ഷകളുടെ നടുവിലാണ് നമ്മൾ ഭക്തി പരിശീലിക്കുന്നത്. പക്ഷെ ഒരു പരിശുദ്ധ ഭക്തന് ഒരു ചെറിയ ആഗ്രഹം പോലും പാടില്ല എന്ന വലിയൊരു സിദ്ധാന്തമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ മറ്റു പല ശ്രീമദ് ഭാഗവത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു ആഗ്രഹങ്ങളും ഇല്ലാത്ത ഭക്തരെ വളരെ ശ്രേഷ്ഠരായിട്ടാണ് കാണപ്പെടുന്നത്. അന്നേരം ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ എല്ലാവരും അങ്ങനെയാണ്. അതായത് ശ്രീമദ് ഭാഗവത്തിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭക്തരാണ്. ഉദാഹരണത്തിന് കുന്തി ദേവി, ഭീഷ്മര്, അങ്ങനെ പല പല ഭക്തരുമാണ്. അന്നേരം പരിശുദ്ധ ഭക്തർ, അവർക്ക് ഭൗതികമായിട്ട് ഒരു ആഗ്രഹങ്ങളും ഇല്ലാത്ത. അന്നേരം ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷെ അതിൽ നിന്നും ഉയർന്ന അവസ്ഥയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കുന്തി ദേവിക്ക് പിന്നെയും കുറച്ച് ആഗ്രഹങ്ങൾ കാണും, ഭീഷ്മർക്കും കുറച്ച് ആഗ്രഹങ്ങൾ കാണും. അതായത് വൈകുണ്ഠപ്രാപ്തിയോ അങ്ങനെ ഭഗവാന്റെ മോക്ഷപ്രാപ്തിയോ അങ്ങനെയൊക്കെ. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിലുള്ള എല്ലാവർക്കും ഒരാഗ്രഹങ്ങളും ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എത്ര ചോദിച്ചിട്ടും ഒരാഗ്രഹം വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ലില്ല, ഒരാഗ്രഹമെങ്കിലും നീ പറയണം, ഒരേ ആഗ്രഹമെങ്കിലും ചോദിക്കണം. അങ്ങനെ ഭഗവാൻ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു അനുഗ്രഹം മാത്രം അങ്ങിൽ നിന്ന് മതി. സാധാരണ രീതിയിൽ അങ്ങയെക്കുറിച്ച് ഒരു ബോധവാൻ അല്ലാത്ത വ്യക്തികൾ, ഒരു ബോധവും ഇല്ലാത്ത വ്യക്തികൾ, അവർക്കെല്ലാം കൃഷ്ണപ്രേമം അങ്ങ് നൽകണേ, അവർക്കെല്ലാം അങ്ങ് കാരുണ്യം കൊടുക്കണേ. ഇത് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതായത് കലിയുഗത്തിലുള്ള ഒരു യോഗ്യതയില്ലാത്ത വ്യക്തികൾക്കും അങ്ങ് കാരുണ്യം നൽകണേ എന്ന് അദ്വൈതാചാര്യൻ പ്രാർത്ഥിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്ന്. അദ്വൈതാചാര്യ പറഞ്ഞു, അത് മാത്രം പോരാ, രണ്ടാമത്തെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ടെന്ന്. ചില വ്യക്തികൾക്ക് ഒരുപാട് അഹങ്കാരമുണ്ട്, ഞാൻ വലിയ ഭക്തരാണെന്ന്, വലിയ ബ്രാഹ്മണരാണ്, രാജാക്കന്മാരാണെന്ന്. ഞാൻ വലിയ ഭക്തരാണ്, അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യം എന്തായാലും ലഭിക്കും, ഭക്തരോട് എപ്പോഴും അപരാധം ചെയ്യും, അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അങ്ങയുടെ കാരുണ്യം കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അഹങ്കാരികൾക്ക് ഒരിക്കലും അങ്ങയുടെ കാരുണ്യം കൊടുക്കരുതെന്ന് പറഞ്ഞു. അന്നേരം അതും കേട്ടു എന്നുള്ളത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വരമാണ് അദ്വൈതാചാര്യ ചോദിച്ചത്. ഒന്ന് ചോദിച്ചാൽ എന്താണ്, ഒരു യോഗ്യത ഇല്ലാത്തവർക്ക് കൃഷ്ണപ്രേമം നൽകണമെന്ന്. പക്ഷെ രണ്ടാമത് എന്താ ചോദിച്ചത്, അത് നമുക്ക് എല്ലാവർക്കും ഇട്ടൊരു പണി കൊടുത്തു. അതായത് നമ്മൾ വലിയ ഭക്തരാണ് എന്ന് അഹങ്കരിച്ചു കിടക്കുകയും ഭക്തർക്കെതിരെ അപരാധം ചെയ്യുന്നവർക്ക് ഒരിക്കലും അങ്ങയുടെ കാരുണ്യം കൊടുക്കരുതെന്ന് പറഞ്ഞു. അതും ചൈതന്യ മഹാപ്രഭു കേട്ടു. അതോടെ നമ്മുടെ കാര്യത്തിൽ എല്ലാം ഒരു തീരുമാനമായി അല്ലേ. അന്നേരം ഇത്രയും കാലം ചൈതന്യ മഹാപ്രഭു ഭക്തന്റെ ഒരു ഭാവത്തിലായിരുന്നു ഇരുന്നത്.
പക്ഷെ ഇപ്പോ ആ ഭഗവാന്റെ ആ ഒരു ഭാവത്തിലേക്ക് ചൈതന്യ മഹാപ്രഭു പോയി. ഓക്കെ, ഇനി ബാക്കിയുള്ള ലീലകൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്ത് ചർച്ച ചെയ്യാം കേട്ടോ. എന്നാൽ ഇന്നത്തെ ലീലയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഭക്തിയിൽ പുരോഗമിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഭൗതിക ആഗ്രഹം പോലും പാടില്ല. പിന്നെ ഇവിടെ ഭഗവാനായിട്ട് ഭഗവാന്റെ ഭാവം പ്രകടമാക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു സ്ഥാനം എന്താണെന്ന് ഭഗവാൻ ഇവിടെ തെളിയിക്കുന്ന സമയത്ത് അദ്വൈതാചാര്യർ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും കാരുണ്യം നൽകണമെന്ന്. പക്ഷെ അതേ സമയത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അഹങ്കാരമുള്ള ഭക്തർക്ക് ഒരിക്കലും കൃഷ്ണപ്രേമം കൊടുക്കരുത്. അന്നേരം അത് നമ്മൾ എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക. നമ്മുടെ ഉള്ളിൽ ഭൗതിക ആഗ്രഹം ഒരിക്കലും പാടില്ല. കാരണം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നടന്നിട്ടും കാര്യമില്ല അല്ലേ? കാരണം നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്ക് അർഹിക്കുന്നത് നമുക്ക് കിട്ടും. അത് നമ്മുടെ പ്രവൃത്തിയുടെ ഇതുകൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം ഒന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും കാര്യം നടക്കാതിരിക്കും അതിൽ വിഷമിക്കരുത്. കാരണം നമുക്കത് വിധിച്ചിട്ടില്ല. ഇനി കിട്ടുവാണെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എപ്പോഴും ഇരിക്കണം. നമ്മൾ നമ്മുടെ കഴിവിന്റെ അനുസരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് പ്രവർത്തിക്കുന്നത് ആദ്യം ഫലത്തിനോടുള്ള ആസക്തി നിർത്തുക. ഫലത്തിനോടുള്ള ആസക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം, അങ്ങനെയാകണം, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു ഉറച്ച ആഗ്രഹം, അത് നമ്മൾ മാറ്റുക. ഇനി പ്രവൃത്തി അത് മെല്ലെ മെല്ലെ കൂടുതൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലാക്കി മാറ്റുക. അങ്ങനെ ഫലത്തിലും ആസക്തിയില്ല, പ്രവൃത്തിയും ഭഗവാന് വേണ്ടിയാണെങ്കിൽ ഏകദേശം നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ സർവോപരി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അഹങ്കാരം പാടില്ല. എപ്പോഴും ഭഗവാന്റെ കാരുണ്യത്താലാണ് നമ്മൾ ഭക്തിയിൽ നിൽക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു രക്ഷയില്ല. കൃഷ്ണപ്രേമത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ലഭിക്കൂ. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ കൃഷ്ണപ്രേമം ലഭിക്കും. കൃഷ്ണപ്രേമം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് ഇന്നത്തെ ഈ സത്സംഗത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. ബാക്കി ഇന്ന് വൈകിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കാറി വെച്ചെടുക്കേണ്ടി വന്നത്. അതാണ് കുറച്ച് ലേറ്റ് ആയത്. ഇന്ന് വൈകുന്നേരത്ത് 6:30 ആകുമ്പോൾ നമുക്ക് അടുത്ത ചർച്ചയിൽ കാണാം. ഹരേ കൃഷ്ണ.